അൻവറിന് പിന്നിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുമുന്നണിയെന്ന് ആരോപിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരൊക്കെ കൊമ്പുകുലുക്കി വന്നാലും അതിനൊക്കെ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പാർട്ടി കേഡർമാരും നേതാക്കന്മാരുമല്ല, അതിനെ അഭിമുഖീകരിച്ചത് കേരളത്തിലെ സാമാന്യ ജനതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ. വർഗീയവാദത്തിന്റെ 2 ഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയത. ഏറ്റവും ആദ്യം എതിർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ, സംശയമില്ല. മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന UDFന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമാഅത്തെ ഇസ്ലാമും അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന SDPIയും ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് CPIഎമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി. ആ ഐക്യമുന്നണി തന്നെയാണ് അൻവറിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർത്ത് തന്നെ CPM മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവറിന്റെ പൊതുയോഗം പരിശോധിച്ചു നോക്കിയാൽ ആരാണ് അതിന് പിന്നിലെന്ന് മനസ്സിലാകും. 2 പ്രബലമായ വിഭാഗമാണ്. അതിൽ പങ്കെടുത്തതിൽ ഒന്ന് SDPI ആണ്. മലപ്പുറത്ത് അതിന് ക്ഷാമമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിൻ്റെ ഒപ്പം ലീഗും കോൺഗ്രസുകാരും ഉണ്ടായിരുന്നു. ആ യോഗത്തിനെത്തിയവരിൽ ചെറിയ വിഭാഗം മാത്രമാണ്, 10-30 ആളുകൾ മാത്രമാണ് CPMുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നത്. 2000-ലധികം ആളെ കാണിച്ചിട്ട് പാർട്ടിയിൽ നിന്നും വമ്പിച്ച ഒഴുക്കാണെന്ന് പറയാനാണ് അവർ ശ്രമിച്ചത്. അതിൽ പങ്കെടുത്ത ഒരാൾ 5 വർഷം മുമ്പ് CPMൽ നിന്ന് പോയ ആളാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു.